കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിമൂട് വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ടാരോപണം ഉയർന്നിരിക്കുന്നത്. ഉച്ചയോടെയാണ് നെല്ലിമൂട് ചാവരുകാവിൽ റഫീഖ ബീവി ഭർത്താവ് മുഹമ്മദ് കമാലുമൊപ്പം വോട്ട് രേഖപ്പെടുത്താനായി ടൗൺ UP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലെത്തിയത്. വോട്ടർ പട്ടികയിൽ റഫീഖ ബീവിയുടെ 56 എന്ന ക്രമ നമ്പർ വായിച്ചപ്പോഴാണ് വോട്ട് രാവിലെ തന്നെ മറ്റാരോ എത്തി ചെയ്തുവെന്ന് മനസ്സിലാക്കുന്നത്. ഇതോടെ റഫീഖ ബീവിയും ഭർത്താവും പ്രിസൈഡിംഗ് ഓഫീസറോട് കാര്യം തിരക്കി. താൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും കള്ളവോട്ട് നടന്നുവെന്നും റഫീഖ ബീവി നിലപാട് സ്വീകരിച്ചതോടെ ബാലറ്റ് പേപ്പറിൽ ടെൻഡർ വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കി പ്രിസൈഡിംഗ് ഓഫീസർ. വോട്ട് ചെയ്യാനെത്തിയാണ് നെല്ലിമൂട് 16-ാം വാർഡില് ക്രമ നമ്പർ 56 എൻ്റെ ഭാര്യയുടെ വോട്ട് മറ്റാരോ ചെയ്തു പോയതായിട്ടാണ് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇത്ര വലിയ തിരക്കൊന്നും ഇല്ലാതെ ഈ ബൂത്തിൽ എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് അവരാണ് മറുപടി പറയേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസറും 2 സ്റ്റാഫുകളും പോളിംഗ് ഏജന്റുമാരും ഒക്കെ ഇരിക്കുമ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വളരെ കൃത്യമായി വോട്ട് നടക്കുന്ന ഈ സംവിധാനത്തിൽ എങ്ങനെയാണ് ഇത്തരം മോശമായ പ്രവൃത്തികൾ നടക്കുന്നതെന്ന് അവരാണ് മറുപടി പറയേണ്ടത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഖേദകരമായ വസ്തുതയാണ്. ഇത് എല്ലാവരെയും അറിയിക്കുകയാണ്. വോട്ട് ചെയ്യാൻ അത് അവർ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യാൻ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും അത് എത്രത്തോളം ഈ സുരക്ഷിതമാണെന്ന് നമുക്കറിയത്തില്ല. വോട്ടിംഗ് മെഷീനും ബാലറ്റ് പേപ്പറിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ സംഭവത്തിൽ കള്ളവോട്ട് നടന്നുവെന്ന് LDF UDF സ്ഥാനാർത്ഥികൾ ആരോപിച്ചു. നെല്ലിമൂട് വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ, UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ ഒരു ഭാര്യയും ഭർത്താവായിട്ട് റഫീഖ ബീവി വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരുടെ വോട്ട് മറ്റാരോ ചെയ്തിട്ട് പോയി. രാവിലെ മുതലേ അവിടെ LDFന്റെ പ്രവർത്തകർ മോശമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആളും ബഹളം ഉണ്ടാക്കത്തക്ക രീതിയിൽ, തിരക്കുണ്ടാക്കത്ത ശ്രദ്ധ തിരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയുള്ള നിലയ്ക്ക് എനിക്ക് പാസ് ഉണ്ടായിരുന്നു. ഞാൻ റിട്ടേണിംഗ് ഓഫീസറടുത്ത് എൻ്റെ ഒരു ഇന്നേജൻറ്റിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് ഒരാളിനെ അങ്ങോട്ടാക്കുന്നതിന് അനുവാദം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആളുകൾ വന്ന് നടക്കുന്നു. വലിയ ബഹളങ്ങൾ LDFന്റെ പ്രവർത്തനം തിരക്കുണ്ടാക്കി ഒക്കെ ചെയ്ത് മനഃപൂർവ്വമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം തിരക്കുണ്ടാക്കിയിട്ട് അതിനിടയിൽ കൂടെ കള്ളവോട്ട് ചെയ്യുന്നൊരു പ്രവണതയെന്നുണ്ടായത്. അല്ലെങ്കിൽ ഈ റഫീഖ ബീവിയുടെ വോട്ട് ഒരു കാരണവശാലും കള്ളവോട്ട് ചെയ്യേണ്ട കാരണമില്ല. ഒരു സാഹചര്യം അല്ലായിരുന്നു. അവർ വന്നിട്ട് വളരെ നിരാശയായിട്ടാണ് പോയത്. വളരെ മോശം. നെല്ലിമൂട് വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് സുബിൻ ഷാ. ഇവിടെ വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇടയ്ക്കിടയ്ക്ക് കയറി പോകും. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും കയറിപ്പോയത്. അവർ ബൂത്തിൻ്റെ അവിടെ വോട്ടിടാൻ നിൽക്കുന്നത് അവർ കയറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങ് വരെ പോയിട്ടില്ല. കുറച്ച് മാറിയാണ് നിന്നിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ടില്ല. ഇവർ മറ്റേ സ്ഥാനാർത്ഥി കയറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. കള്ളവോട്ട് നടന്നതായിട്ട് സംശയമുണ്ട്. അതിന് എൻ്റെ ഒരു ഓർഡർ വന്നപ്പോൾ അവരുടെ കള്ളവോട്ട് നടന്നതായിട്ട് സംശയമുണ്ട്. അതിൽ നല്ല പ്രതിഷേധമുണ്ട്. മറ്റേ സ്ഥാനാർത്ഥിയും അവരുടെ കൂടെ കയറിപ്പോയി. അത് കണ്ടിട്ടാണ് ഞാനും അങ്ങോട്ട്. UDF സ്ഥാനാർത്ഥി ബൂത്തിനുള്ളിൽ കയറുന്നുവെന്ന് ആരോപിച്ച് ഇടതുമുന്നണി രംഗത്തെത്തിയത് വാക്കേറ്റത്തിനും കാരണമായി. പിന്നീട് പോലീസ് എത്തി ഇരുകൂട്ടരെയും പോളിംഗ് സ്റ്റേഷന് പുറത്തേക്ക് മാറ്റി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. സാറ് സാക്ഷിയാ ബൂത്തിനകത്തുന്ന പിന്നെ അവര് വലിയ ന്യായം പറയുന്നത് ഞാൻ പറയുന്ന കേക്ക്. ഏത് സ്ഥാനാർത്ഥിയോ വന്നോട്ടെ, സ്ഥാനാർത്ഥിക്ക് വന്നൊരു കാര്യം പറഞ്ഞിട്ട് പോകാം. അത് നമ്മൾ എതിർക്കുന്നില്ല. ആരും സ്ഥാനാർത്ഥിയല്ലേ വന്നത്. ആവശ്യത്തിന് ഏത് പാർട്ടിയെന്ന് എനിക്കറിയില്ല. ഞാനൊരു വിവരം സാറിനോട് പറയാൻ കാലം കഴിഞ്ഞു പോയി കേട്ടാ. ആ കാലം കഴിഞ്ഞു പോയി. ഭയപ്പെടുത്തിയൊന്നും ചെയ്യാൻ എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അതേസമയം കള്ളവോട്ട് നടന്നുവെന്ന പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ വ്യക്തമാക്കി. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.